മക്കളെ സ്കൂളിലേക്ക് ഒരുക്കിവിടാതെ മൂടിപ്പുതച്ചുറങ്ങുന്ന അമ്മയെ കണ്ടാണ് തിരുവനന്തപുരം നേമത്തെ കല്ലിയൂരിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ബിൻസിയുടെ 2 മക്കളും ഇന്നലെ സ്കൂളിൽ പോയത്. അമ്മ എന്താണ് എണീക്കാത്തതെന്ന മക്കളുടെ ചോദ്യത്തിന് അവൾക്ക് സുഖമില്ലെന്നാണ് പ്രതിയായ സുനിൽ മറുപടി നൽകിയത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് സുനിൽ ഭാര്യയായ ബിൻസിയെ കൊലപ്പെടുത്തുന്നത്. ആ സമയത്ത് മഴ പെയ്തതിനാൽ സമീപവാസികളും ഉറക്കത്തിലായിരുന്ന ബിൻസിയുടെ മക്കളും സംഭവം അറിഞ്ഞില്ല. 2 മുറികളുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. സുനിലും ബിൻസിയും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തറയിൽ തന്നെ പുതപ്പിച്ച് കിടത്തിയ സുനിൽ മക്കൾക്കരികിൽ വന്ന് കിടന്നുറങ്ങുകയും ചെയ്തു. ഇന്നലെ രാവിലെ 7 മണിയോടെ ഉറക്കമെണീറ്റ സുനിൽ ജംഗ്ഷനിലുള്ള ഹോട്ടലിൽ പോയി ആഹാരം വാങ്ങി. ഇത് കഴിപ്പിച്ചതിന് ശേഷം കുട്ടികളെ ഇയാൾ സ്കൂളിൽ കൊണ്ടാക്കുകയും ചെയ്തിരുന്നു. അടുത്ത വീട്ടിലെ കുട്ടി പഞ്ചസാര കടം വാങ്ങാൻ എത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. മുറിയിൽ രക്തം കണ്ട് സംശയം തോന്നിയ 12കാരൻ പുതപ്പ് മാറ്റി നോക്കിയപ്പോഴാണ് കഴുത്തിൽ നിന്നും രക്തം വാർന്നൊഴുകിയ നിലയിൽ കിടക്കുന്ന ബിൻസിയെ കാണുന്നത്. ഉടൻ തന്നെ കുട്ടി ഓടിയിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന ബിൻസിയുടെ ദാരുണാന്ത്യത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. തങ്ങളുടെ കൂടപ്പിറപ്പിനെയാണ് നഷ്ടമായതെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും പറയുന്നു. കഴിഞ്ഞ 5 വർഷമായി ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്ന ബിൻസി ബുധനാഴ്ച രാത്രിയിലും അടുത്ത മാസം നടത്താനിരുന്ന ഓണാഘോഷത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. പുന്നമൂട് ഗവൺമെന്റ് സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഈ വരുന്ന ശനിയാഴ്ച സ്പോർട്സ് നടത്താനും 28-ാം തീയതി ഓണസദ്യ നടത്താനും ഗൂഗിൾ മീറ്റിലെ ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു. അതിന്റെ ചുമതലക്കാരിയായി ബിൻസിയെ തിരഞ്ഞെടുത്തതായും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നുണ്ട്. എന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് ആത്മാർത്ഥമായി ചെയ്തു തീർക്കുന്ന ശീലമായിരുന്നു ബിൻസിയുടേത്. പ്രതിയായ സുനിൽ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്.